രണ്ടാമതും അമിത്ഷാ ആഭ്യന്തരമന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെ എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പരിശോധിക്കുന്നത്. കാരണം ഉടനടി ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമ്മു കാശ്മീർ തന്നെയാണ്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒപ്പം തന്നെ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഇനി 4 മാസം കൂടി ബാക്കിയുള്ളൂ. അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനം വലിയ രീതിയിൽ തന്നെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വീണ്ടും അത് തലപൊക്കിയിരിക്കുന്നു. റിയാസിൽ 10 തീർത്ഥാടകരുടെ മരണത്തിലേക്ക് അത് കലാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്വരമായ ഒരു നടപടികളിലായിരിക്കും കാശ്മീരിലേക്ക് എടുക്കാൻ പോവുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഈ ഏറ്റവും അടുത്ത് തന്നെ നടത്താൻ പോവുക എന്ന് വിലയിരുത്തപ്പെടുന്നു. 2 മണിപ്പൂർ വിഷയമാണ്. മണിപ്പൂർ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം, അത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് മണിപ്പൂരിലെ ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു ചെറിയ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 1 വർഷം ഇല്ല 7 മാസം തൊട്ട് 1 വർഷം വരെ അതിന് എടുക്കുമെന്ന് പറയുന്നു. ഏതായാലും അവിടെ ഈ അക്രമകാരികളെ അമർച്ച ചെയ്യുന്നതിലേക്കായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോവുക. കാരണം RSS ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒരു ശാശ്വത സമാധാനം എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നുള്ളത്. അതുമാത്രവുമല്ല, ആയുധങ്ങൾ ഉൾപ്പെടെ അവിടെ പോലീസ് സ്റ്റേഷൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി ആയുധങ്ങൾ തിരികെ എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടതായി വരും. മൂന്നാമത് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2019 ശേഷം ഉയർന്നു വന്ന മറ്റൊരു ഭീകരതയാണ് ഖാലിസ്ഥാൻ ഭീകരപ്രവർത്തനം. നേരത്തെ തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദം ഉണ്ടായിരുന്നെങ്കിലും വളരെ ശക്തമായ നിലയിലേക്ക് ഇപ്പോൾ അത് വളർന്നിരിക്കുന്നു. ഈ ഖാലിസ്ഥാൻ ഭീകര സംഘടനയുടെ നേതാവായ അമൃത്പാൽ സിംഗ് ഈ പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക കൂടി ചെയ്തിരിക്കുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമാണ് ഖാലിസ്ഥാൻ്റെ ഭീകരപ്രവർത്തനങ്ങൾ. അതിനെ അടിച്ച് അമർത്തേണ്ടതായിട്ടുണ്ട്. 4മതൊരു കാര്യം കൂടിയുണ്ട്. അതിൽ അമിത്ഷാ പൂർണ്ണ വിജയമായിരുന്നു. നക്സലുകളെ അമർച്ച ചെയ്യുന്നതിൽ പൂർണ്ണമായി തന്നെ വിജയിച്ചു. ഇനി അത് ഒരല്പം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി തന്നെ നക്സലിസം തുടച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ഈ നക്സലിസം നീക്കം ചെയ്ത അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കിയ ഏരിയകൾ, അത് റെഡ് സോണുകളിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി വികസനം എത്തിക്കണം. ഇല്ല എങ്കിൽ വീണ്ടും അവർ പഴയ നിലയിലേക്ക് അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത് തന്നെയായിരിക്കും അടുത്ത 6 മാസത്തിനുള്ളിൽ അമിത്ഷാ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.